നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളിലും പ്രവാസികളുടെ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തുന്നത്. പല പ്രധാന തസ്തികകളിൽ നിന്നും സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി പ്രവാസികളാണ് തൊഴിലവസാനിപ്പിച്ച് നാടുകളിലേക്ക് മടങ്ങിയത്. സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നിങ്ങനെയുള്ള രാഷ്ട്രങ്ങളാണ് നിലവിൽ സ്വദേശിവൽക്കരണം കടുപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്തരത്തിൽ ആശങ്കകൾ നൽകുന്നതാണ്. അതായത് സൗദിയിൽ കഴിഞ്ഞ 3.5 വർഷത്തിനിടെ മാത്രം തൊഴിൽ നഷ്ടമായത് നിരവധി പ്രവാസികൾക്ക്. ലെവി ഉൾപ്പെടുത്തിയ ശേഷമാണ് വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത് വർദ്ധിച്ചത്. 2018 മുതലാണ് സൗദിയിൽ ലെവി ഈടാക്കി തുടങ്ങിയത്. കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ 10.5 ലക്ഷം വിദേശികൾക്ക് സൗദിയിൽ തൊഴിൽ നഷ്ടമായതായാണ് കണക്കാക്കുന്നത്. 2018 ജനുവരി മുതൽ 2021 മൂന്നാം പാദം വരെയുള്ള കണക്കാണിത്. ഇക്കാലയളവിൽ സൗദിയിലെ മൊത്തം വിദേശ തൊഴിലാളികളിൽ 10.12 ലക്ഷം പേർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇക്കാലയളവിൽ സൗദിയിലെ മൊത്തം വിദേശ തൊഴിലാളികളിൽ 10.12% പേർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ വിദേശ തൊഴിലാളികൾക്ക് 2018 മുതൽ ലെവി ഈടാക്കി തുടങ്ങിയിരുന്നു. പ്രതിമാസം 400 റിയാൽ എന്ന തോതിൽ ഈടാക്കി തുടങ്ങിയ ലെവി 2019 600-ഉം 2020 800 റിയാലുമാക്കി ഉയർത്തി. 2021 മൂന്നാം പാദ അവസാനത്തെ കണക്കുപ്രകാരം സൗദിയിലുള്ളത് 93.6 ലക്ഷം വിദേശ തൊഴിലാളികളാണ്. 2017 അവസാനത്തിൽ ഇത് 1.042 കോടിയായിരുന്നു. ലെവി നടപ്പിലാക്കി തുടങ്ങിയതോടെ വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതായി സൂചന നൽകുന്നു. അതേസമയം പ്രവാസികളെ കൈവിടാതെ സൽമാൻ രാജാവിന്റെ കാരുണ്യം എത്തി. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ ഇഖാമയും റീ എൻട്രിയും സൗജന്യമായി നീട്ടി നൽകാൻ സൗദി തീരുമാനിച്ചതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇഖാമയും റീ എൻട്രിയുമാണ് മാർച്ച് 31 വരെ സൗജന്യമായി പുതുക്കി നൽകാൻ ഉത്തരവ് നൽകിയിരിക്കുന്നത്. നേരത്തെ രേഖകൾ സൗജന്യമായി പുതുക്കുന്നതിന്റെ കാലാവധി ജനുവരി 31 വരെ നീട്ടി നൽകിയിരുന്നു. ഇതാണിപ്പോൾ 2 മാസം കൂടി അധികമായി നീട്ടി നൽകിയിരിക്കുന്നത്. ഇഖാമ, റീ എൻട്രി വിസകൾ പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സൗദി പാസ്പോർട്ട് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ വിസിറ്റിംഗ് വിസയും സൗജന്യമായി നീട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗദിയിൽ നിന്നും വാക്സിൻ 1 ഡോസ് സ്വീകരിച്ചതിന് ശേഷം റീ എൻട്രി വിസയിൽ അവധിക്ക് പോയി തിരിച്ചുവരാത്തവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. പാകിസ്ഥാൻ, ഇന്ത്യ, ഈജിപ്ത് തുടങ്ങി നേരത്തെ യാത്രാവിലക്ക് നിലനിന്നിരുന്ന 18 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് ജവാസാത്ത് അറിയിച്ചിട്ടുണ്ട്. ട്വിറ്ററിലൂടെയാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. സൗദി രാജ്യാന്തര വിമാന സർവീസുകൾ നിർത്തിയതിന് സ്വന്തം നാട്ടിൽ കുടുങ്ങിയവർക്ക് സൗദി ഇഖാമയും റീ എൻട്രിയും സൗജന്യമായി പുതുക്കി നൽകാൻ തീരുമാനിച്ചു. പിന്നീട് ഘട്ടങ്ങളിലായി ഇവ നീട്ടാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രവാസികൾക്കേറെ ആശ്വാസമാകുന്ന തീരുമാനമാണ് സൗദിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.